ഈ കഥ നടക്കുന്നത് 1970കളുടെ അവസാനത്തിലാണ്. അന്ന് ജോ ബെർണി എന്നൊരാൾ തന്റെ ഭാര്യ റോസിയെയും അവരുടെ മുൻ വിവാഹത്തിന് 2 കുട്ടികളെയും കൊണ്ട് ന്യൂ ഇംഗ്ലണ്ടിലെ കുടുംബ വീട്ടിലേക്ക് താമസം മാറി. എന്നാൽ അവിടെ അവരെ കാത്തിരുന്നത് ആ വീടിന്റെ നിഗൂഢമായ ചരിത്രത്തിലും ഭയാനകമായ ചില അവശേഷിപ്പുകളായിരുന്നു. എന്തായിരിക്കും ആ വീട്ടിൽ വെച്ച് അവർക്ക് സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് വിശദമായി അറിയാനായി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 70 മെയ് മാസത്തിലെ ഒരു സായാഹ്നത്തിൽ, അമ്മേ, ഇത് ഞാനാണ്, സെറീന. ഈ വാക്കുകൾ കേട്ടാണ് റോസി ഞെട്ടിയുണർന്നത്. സെറീന? ആരാണവൾ? ഈ പേരിൽ ആരെക്കുറിച്ചും ജോയ്ക്കോ സെറീനയ്ക്കോ അറിയില്ലായിരുന്നു. ഒടുവിൽ ജോ ഇതിനെക്കുറിച്ച് തന്റെ പിതാവായ കാർലോസിനോട് ചോദിച്ചു. അയാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ സഹോദരി 5-ാം വയസ്സിൽ ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. അവളുടെ പേര് സെറീനയാണെന്നുള്ള കാര്യം അയാൾ ഓർത്തെടുത്തു. ആ വീട്ടിൽ അനർത്ഥങ്ങൾ എന്തെങ്കിലും വരാനിരിക്കുമ്പോൾ സെറീനയുടെ സാന്നിധ്യം അവിടെ എല്ലാവർക്കും അനുഭവപ്പെട്ടിരുന്നു. ഒരിക്കൽ ജോയിയുടെ മകൾ ഡെയ്സി മുൻപ് അപ്പോയിന്റ്മെന്റ് എടുത്തിരുന്ന ഡോക്ടറുടെ അടുത്തേക്ക് ടോൺസിലാക്ടോമി സർജറി ചെയ്യാൻ പോയി. എന്നാൽ ഓപ്പറേഷൻ സമയത്തെ സങ്കീർണതകൾ മുഖേന അവൾക്ക് ഹൃദയസ്തംഭനം വരികയും അവൾ മരണമടയുകയും ചെയ്തു. എന്നാൽ അവൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന്റെ തലേ ദിവസം സെറീനയുടെ കരച്ചിൽ കേട്ടതായി റോസി ഓർത്തു. എന്നാൽ വരാൻ പോകുന്ന ആപത്തിന്റെ സൂചന നൽകാനായിരുന്നു സെറീനയുടെ വരവ് എന്നത് ആർക്കും മനസ്സിലായില്ല. ഇതുപോലെ ഒരിക്കൽ ജോയുടെ മുത്തശ്ശിക്ക് സ്ട്രോക്ക് വന്നതിന്റെ തലേ ദിവസം സെറീനയുടെ സാന്നിധ്യം ആ വീട്ടിലുണ്ടായിരുന്നു. കൂടാതെ സെറീനയുടെ കരച്ചിൽ കെട്ടി ഞെട്ടിയുണർന്ന ജോ കണ്ടത് ഉറക്കത്തിൽ ശ്വാസം കിട്ടാതെ പിടയുന്ന റോസിയായിരുന്നു. ഉടൻ തന്നെ ജോ അവളെ തട്ടിയുണർത്തി. റോസിയോട് കാര്യം തിരക്കിയപ്പോൾ അവൾ പറഞ്ഞത് തന്റെ മുൻ ഭർത്താവ് തന്നെ ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതായി സ്വപ്നം കണ്ടു എന്നാണ്. ജോ അവളെ സമാധാനിപ്പിച്ചു. ജോയ്ക്ക് ഇതിൽ നിന്നല്ല ഒരു കാര്യം മനസ്സിലായി. സെറീനയ്ക്ക് ഈ കുടുംബത്തോട് അഗാധമായ ഹൃദയബന്ധമുണ്ടായിരുന്നു. ക്രമേണ സെറീനയുടെ സാന്നിധ്യം ആ വീട്ടിൽ നിന്ന് ഇല്ലാതെയായി. അതിനുശേഷം കുഴപ്പമൊന്നുമില്ലാതെ വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ രാത്രിയിൽ ഉറക്കത്തിലായിരുന്ന റോസി പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്നു നോക്കുമ്പോൾ 8-9 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി കട്ടിലിനരികിൽ നിന്ന് തന്നെ നോക്കി നിൽക്കുന്നു. റോസി ഉണർന്നത് കണ്ട് അവൻ പതുക്കെ തിരിഞ്ഞ് ഇടനാഴിയിലൂടെ നടന്നുപോയി. റോസി എഴുന്നേറ്റ് അവന്റെ പിറകെ നടന്നു. അവൻ എന്തിനെ അന്വേഷിക്കുന്നത് പോലെ നടന്നതിന് ശേഷം എങ്ങോ പോയി മറന്നു. പിറ്റേ ദിവസം അവൻ വന്നു. എന്നാൽ ഈ പ്രാവശ്യം അവൻ റോസിയോട് ചോദിച്ചു, എന്നെ തനിച്ചാക്കി എല്ലാവരും എവിടെയാണ് പോയത്? ഇത് കേട്ട് റോസി മറുപടിയൊന്നും പറയാനാവാതെ നെറ്റിത്തിരിച്ച് നിന്നുപോയി. ഈ സംഭവത്തെക്കുറിച്ച് റോസി ജോയോട് പറഞ്ഞു. ഇത് കേട്ട് ജോ പറഞ്ഞത് 8-ാം വയസ്സിൽ ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ട തന്റെ പിതാവിന്റെ ഇരട്ട സഹോദരനായ ജോർജിയാണ് ആ ആൺകുട്ടി എന്നാണ്. കാർലോസിന്റെ 2 സഹോദരങ്ങൾ ആ വീട്ടിൽ വെച്ച് മരണപ്പെട്ടിരുന്നു. എന്നാൽ അവരുടെ മരണത്തെക്കുറിച്ച് കൂടുതലായി അറിയാൻ ആരും മുന്നോട്ട് വന്നില്ല. ഒരിക്കൽ റോസി ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ ജോർജിയോ ഒരു പഴയ തുണി എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നത് കണ്ടു. റോസിയെ കണ്ടയുടൻ അവൾ ഉടൻ തന്നെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. റോസി ഉടനെ തന്നെ അവിടെ ചെന്ന് ആ പഴയ തുണി മാറ്റിയപ്പോൾ അവിടെ ഫ്ലോർ ബോർഡുകൾക്കിടയിൽ കന്യാമറിയത്തിന്റെ ഒരു ലോക്കറ്റ് കണ്ടെത്തി. അവൾ അത് കയ്യിലെടുത്തു. എന്തിനാണ് അവൻ ആ കന്യാമറിയത്തിന്റെ ലോക്കറ്റ് തിരഞ്ഞത്? അവനും ഈ ലോക്കറ്റുമായി എന്താണ് ബന്ധം? ഈ ചോദ്യങ്ങൾ അവ്യക്തമായി തന്നെ തുടർന്നു. ഒരിക്കൽ ജോ ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അവന്റെ മുന്നിൽ ജോർജിയുടെ പ്രേതം പ്രത്യക്ഷപ്പെട്ടു. അവൻ ജോയോട് പറഞ്ഞു, എന്റെ മൂത്ത സഹോദരന് മാത്രമേ എന്നെ സഹായിക്കാനാവൂ. പട്ടണത്തിന്റെ മറ്റൊരു ഭാഗത്ത് താമസിക്കുന്ന ജോയുടെ പിതാവായ കാർലോസിനെ കുറിച്ചാണ് അവൻ സംസാരിച്ചത്. മാത്രമല്ല, കാർലോസ് ആ വീട്ടിൽ നിന്ന് എന്തോ അപഹരിച്ചതായും ജോർജിയുടെ പ്രേതം ആരോപിച്ചു. എന്നാൽ എന്താണ് നടക്കുന്നതെന്നതിനെ കുറിച്ച് ജോയ്ക്ക് മനസ്സിലായില്ല. ഒടുവിൽ റോസി ഒരു പുരോഹിതനെ കാണാൻ തീരുമാനിച്ചു. അവൾ പുരോഹിതനോട് ജോർജിയുടെ പ്രേതത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞത് അവന്റെ സാന്നിധ്യത്തെ അവർ അവഗണിക്കുക എന്നതാണ്. ഇത് കേട്ടയുടൻ അവർ അങ്ങനെ ചെയ്യാൻ തയ്യാറായി. എന്നാൽ അതിന്റെ ഭവിഷ്യത്ത് ഭയാനകമായിരുന്നു. തന്നെ അവഗണിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ജോർജിയോ അവരോട് ദേഷ്യത്തോടെ പെരുമാറാൻ തുടങ്ങി. അവൻ ആ വീട്ടിലെ സാധനങ്ങൾ എടുത്തെറിയാനും നശിപ്പിക്കാനും ആരംഭിച്ചു. ഉടൻ തന്നെ ജോയും റോസിയും പുരോഹിതന്മാരെ കണ്ടു കാര്യം പറഞ്ഞു. പുരോഹിതന്മാർ അവരുടെ വീട്ടിലെത്തുകയും അവിടെ വിശുദ്ധ എണ്ണകൾ കൊണ്ട് വീടിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ രാത്രിയിൽ ജോർജിയുടെ പ്രേതം വീണ്ടും എത്തി. ഒടുവിൽ മറ്റൊരു പുരോഹിതന്റെ നിർദ്ദേശപ്രകാരം റോസി ക്രിസ്തുവിന്റെ നാമത്തിൽ ജോർജിയോട് അവിടെ നിന്ന് പോകാൻ കൽപ്പിച്ചു. അതോടുകൂടി ജോർജിയുടെ ആത്മാവ് അവിടെ നിന്ന് അപ്രത്യക്ഷമായി. പിന്നെ ഒരിക്കലും തിരികെ വന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ജോ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്നു നോക്കുമ്പോൾ വാതിലിനരികിൽ ഒരു കറുത്ത രൂപത്തെ കാണാനിടയിൽ. അതിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. തലയിലെ 2 കൊമ്പും ഉണ്ടായിരുന്നു.
ആ രൂപത്തെ കണ്ട് ജോ പെട്ടെന്ന് മുറിയിലെ ലൈറ്റിട്ടു. അപ്പോൾ അവിടെയൊന്നും കാണാനില്ലായിരുന്നു. അന്നു മുതൽ ആ വീട്ടിൽ ഭയാനകമായ രീതിയിലുള്ള സംഭവങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി. ഒരിക്കൽ ഉറങ്ങിക്കിടന്ന റോസിയെ കട്ടിൽ നിന്ന് ആരോ തള്ളി താഴെയിട്ടു. ജോ ഇതെല്ലാം കണ്ട് പരിഭ്രാന്തിയിലായി. ഉടൻ തന്നെ അവർ ആ റൂമിൽ നിന്ന് പുറത്തുപോയി. കൂടാതെ ആ വീട്ടിലെ പാത്രങ്ങളും ദൈവങ്ങളുടെ പ്രതിമകളും തറയിൽ വീണ് തകർക്കപ്പെട്ടു. ഡെയ്സിയുടെ റൂമിലെ സാധനങ്ങളെല്ലാം തന്നെ വലിച്ചെറിയപ്പെട്ടു. അവർ ഉടൻ തന്നെ പുരോഹിതന്മാരെ വിളിച്ചു വരുത്തി. അങ്ങനെ ഡെയ്സിയുടെ ജന്മദിനമായ ആഗസ്റ്റ് 20-ന് പുരോഹിതന്മാർ ആ വീട്ടിലെത്തി എക്സോസിസം നടത്തി. എക്സോസിസം നടന്നതിന് ശേഷം അവിടമാകെ ഒരു പ്രകാശം പരന്നത് അവർ ശ്രദ്ധിച്ചു. ഇതിനെ തുടർന്ന് ആ വീട്ടിൽ ഭീകരമായ സംഭവങ്ങളൊന്നും പിന്നെ ഉണ്ടായിട്ടേയില്ല. എന്നാൽ ആ വീട്ടിൽ നടന്ന ഈ സംഭവത്തിന്റെ എല്ലാം പിറകിൽ ഒരു ദുരൂഹത നിലനിന്നിരുന്നു. എന്തുകൊണ്ടാണ് ആ കുട്ടികളുടെ ആത്മാവ് മോശം കിട്ടാതെ അവിടെ അലഞ്ഞത്? അവരുടേത് ദുർമരണമായിരുന്നു. സെലീനയുടെ ആത്മാവ് അവളുടെ അമ്മയെ കാണാൻ ആഗ്രഹിച്ചത് എന്തിനായിരുന്നു? ജോർജിയെ എന്തിനാണ് കാർലോസിനോട് ഈ വൈരാഗ്യം വെച്ച് പുലർത്തിയത്? ഒടുവിൽ വന്ന ദുരാത്മാവ് ആരുടേതായിരുന്നു? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിലനിർത്തി ഡെറിനി ഹൗസ് ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഹോണ്ടഡ് ഹൗസുകളിൽ ഒന്നായി നിലനിൽക്കുന്നു.